This meeting is being recorded. ബാർഖ്മോർ, സകലത്തിൻ്റെയും ഉടയവനായ കർത്താവെ, നിന്റെ അനുഗ്രഹങ്ങളാൽ ഇന്നേ ദിവസം പാപം കൂടാതെ നീതിയിൽ കാത്തുകൊള്ളപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം എന്നേക്കും പുകഴ്ത്തപ്പെട്ടതും സ്തുതിക്കപ്പെട്ടതുമാകുന്നു. കർത്താവെ, ഞങ്ങളുടെ ശരണം നിന്റെ മേലിരിക്കുന്ന പ്രകാരം നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേലും ഇരിക്കണമേ. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ കൽപ്പനകളുടെ വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നിന്റെ കൃപ കൊണ്ട് നിന്റെ ന്യായപ്രമാണത്തിന്റെ വഴി ഞങ്ങളെ തിരിച്ചറിയിപ്പിക്കണമേ. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധനായ കർത്താവെ, നിന്റെ സകല പ്രകാശങ്ങളാലും ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. എന്നേക്കും നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവെ, നിന്റെ കൈവേലയെ നീ നിരസിച്ച് തള്ളിക്കളയരുതേ. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, സ്തുതി നിനക്ക് ചേർച്ചയാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവനെ എന്നേക്കും നിനക്ക് മഹത്വം യുക്തമാകുന്നു. ആമീൻ. ബാർഖ്മോർ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവരാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് വീഴ്ചയുള്ളണമേ. ആമീൻ. ബാർഖ്മോർ വൈദിക ശ്രേഷ്ഠരെ, എത്രയും പ്രിയപ്പെട്ട സിസ്റ്റർ, മറ്റ് സ്നേഹം നിറഞ്ഞ ഏവരുമേ, കഴിഞ്ഞ ആഴ്ച നമ്മൾ അല്പം ആയിട്ട് മോർ ഫീലക്സിനോസിൻ്റെ ജീവിതത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില വർക്കുകളെ പറ്റിയുമാണ് നമ്മൾ കണ്ടത്. അത് ഒരിക്കലും നമ്മുടെ ഒരു സെഷനും, ഇതൊരു ഷോർട്ട് ടൈം കോഴ്സ് ആയതുകൊണ്ടൊരു പൂർണ്ണമായിട്ട് നമുക്ക് പോകുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കിതിൻ്റെ ഒരു ഔട്ട്ലൈനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ പക്ഷേ ഈ ബേസിക് ഔട്ട്ലൈൻ വെച്ചിട്ട് നമ്മൾ ഒരു ഫർദർ സ്റ്റഡിയിട്ട് പോകുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു കൂടുതൽ ഇൻസൈറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം ആമുഖമായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഫീലക്സിനോസ് ഓഫ് മാർബർഗിൻ്റെ ക്രിസ്റ്റോളജിയും അദ്ദേഹത്തിൻ്റെ ഡോക്ട്രിനും ക്രീഡും ഇതിനെ പറ്റിയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് പഠിക്കുവാനും കാണുവാനുമായിട്ട് ശ്രമിക്കുന്നത്. ഈ ഫീലക്സിനോസിൻ്റെ ദൈവശാസ്ത്രത്തിലെ അവൻ്റെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യം, അത് വിവരിക്കുവാനുള്ള അടിസ്ഥാനമായ കാരണം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഒരു വ്യക്തി തൃത്വത്തിലെ രണ്ടാമനായിരുന്ന ക്രിസ്തു വചനം എങ്ങനെയാണ് ഒരു മനുഷ്യാവതാരം ചെയ്ത് ഒരു സഫേർഡ് പേഴ്സണായിട്ട്, പീഡയേൽക്കുന്ന സഫറിങ് പേഴ്സണായിട്ട് എന്ന ആ ഒരു ഒറ്റ പോയിന്റിനെയാണ്, ഈ ഒറ്റ പോയിന്റാണ് ഫീലക്സിനോസ് തൻ്റെ ക്രിസ്റ്റോളജിയിൽ മുഴുവനായിട്ട് വിവരിക്കുവാൻ ശ്രമിക്കുന്നത്. തൃത്വത്തിലെ രണ്ടാമൻ, ജീവനുള്ള വചനം, ഈ വചനം മനുഷ്യാവതാരം ചെയ്ത് സൃഷ്ടിക്ക് വേണ്ടി എപ്രകാരം പീഡയേറ്റ് മരണം അനുഭവിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന ആ ഒരൊറ്റ സെന്റൻസിനെയാണ് ഫീലക്സിനോസ് വർഷങ്ങൾ എടുത്ത് പഠിക്കുവാനും അതിനെപ്പറ്റി എഴുതുവാനുമായിട്ട് ശ്രമിച്ചത്. ഇത് നമ്മുടെ വെറുതെ ഒരു ഡോക്ട്രിൻ മാത്രമല്ല, കൂടി അപ്ഗ്രേഡ് ചെയ്യുന്ന, വിശ്വാസത്തിനെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡോക്ട്രിൻ നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് കാര്യത്തിനും ഒരു നിയമം ഉണ്ടെങ്കിൽ മാത്രമാണ്
നമ്മൾ കൂടുതലായിട്ട് അതിനെ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വചനം ജഡമായത് എങ്ങനെയാണ്, അത് എപ്രകാരമായിരുന്നു എന്ന് ഉള്ളത് പഠിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധികാരികതയും നാം അറിയുന്നതോടൊപ്പം തന്നെ അവയെ കൂടുതലായിട്ട് വളർത്തുവാനും നമുക്ക് സാധിക്കും. പിന്നെ മറ്റൊരു ആംഗിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സാധാരണയായിട്ടുള്ള കാര്യത്തിന് ഒരു വിപരീതമായാണ് ഫീലക്സീനോസ് ഈ തൻ്റെ അപ്രോച്ച് നടത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമുക്കൊരു കെട്ടിടം പണിയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ പ്ലാൻ വരയ്ക്കും, അതിന് എത്ര ബീം ഉണ്ടായിരിക്കണം, മുറികളെ പറ്റി, അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ പവർ, ശക്തി എത്ര ഉള്ളത്, അങ്ങനെയുള്ള ഒരു ഡ്രോയിങ് രൂപത്തിലേക്ക്, ഒരു തത്വത്തിലേക്കാണ്, ഒരു പ്രിൻസിപ്പിളിലേക്കാണ് എപ്പോഴും ആദ്യം വരുന്നത്. പക്ഷേ ഫീലക്സീനോസ് ഇത് നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. കാരണം ആദ്യം ഈ തൻ്റെ വിശ്വാസത്തെ അദ്ദേഹം ജീവിക്കുകയാണ്, ജീവിച്ചിട്ടാണ് രണ്ടാമതാണ് തിയറിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവേഴ്സ് ഫോമാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് ഫോം വരുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും തിരുത്തേണ്ട വരും. അത് ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ച് വിവിധ അനുഭവങ്ങളിലൂടെയാണ് ഒരു പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു അതിൻ്റെ ഏറ്റവും ഫൈനൽ ഫോമിലേക്ക് എത്തപ്പെടുന്നത്. ഇപ്പോൾ വരച്ചിട്ട് ഒരു കെട്ടിടം പണി തുടങ്ങുന്നതും നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ലാതെ തുടങ്ങി അത് ചില ഭാഗത്ത് തെറ്റ് വരുമ്പോൾ അത് തിരുത്തി അങ്ങനെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഫോമിലേക്ക് വരുന്നതും തമ്മിൽ വളരെയധികമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും ഗുണവും ദോഷവുമുണ്ട്. ഫീലക്സീനോസിൻ്റെ മെത്തഡോളജിയിൽ ഇത് ഒത്തിരി ജീവിത അനുഭവം, ഒരു പ്രാക്ടീസ് ലീഡ്സ് ടു തിയറി എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഒന്നും പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അവൻ്റെ ദൈവശാസ്ത്രത്തെയും പഠിപ്പിക്കലിനെയും നമുക്ക് മനസ്സിലാക്കി തരുന്ന, മറിച്ച് അവൻ്റെ ജീവിതം കൂടിയാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു ഉദ്ബോധ്യം നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്ക് വേണം. ഫീലക്സീനോസിൻ്റെ ഈ ക്രിസ്റ്റോളജിക്കൽ അപ്രോച്ച്, ഈ ഡോക്ട്രിനൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ ജീവിത പ്രവൃത്തികളിൽ നിന്ന് അറ്റൈൻ ചെയ്തിട്ടുള്ള, നേടിയെടുത്തിട്ടുള്ള ഒരു അറിവാണ്. അല്ലാതെ മറ്റ് അലക്സാണ്ട്രിയൻ അപ്രോച്ച് പോലെ അതൊരു തിയറോട്ടിക്കലായിട്ട് രൂപപ്പെടുത്തുന്ന ഒരു സംഭവമല്ല, മറിച്ച് ഒരു മൊണാസ്ട്രി ബേസ്ഡ് ആയിട്ട് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അടിസ്ഥാനപരമായിട്ട്, അതുപോലെ തൻ്റെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ആർജിച്ചെടുത്ത വിശ്വാസം, ഇതെല്ലാം കൂടിയാണ് ഈ ക്രിസ്റ്റോളജിക്കൽ അപ്രോച്ച് അദ്ദേഹം രൂപപ്പെടുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ക്രിസ്തു ആദ്യമായിട്ട് പറഞ്ഞത് കാര്യം ആദ്യം ഒരു പ്രവൃത്തിയിലൂടെയാണ്, രണ്ടാമതാണ് സുവിശേഷ പ്രസംഗത്തിലേക്ക് കടന്നത്. നമുക്കറിയാം, ആദ്യം കർത്താവ് കാനായിലെ കല്യാണ വിരുന്നില് ഒരു പ്രവൃത്തിയിലൂടെയാണ് മശിഹ തൻ്റെ, അത് ഫീലക്സീനോസ് തന്നെ ഒരു മോഡലായിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യം കൂടിയാണിത്. ക്രിസ്തു എപ്രകാരം ഒരു ജീവിതത്തിലേക്ക്, പരസ്യ ശുശ്രൂഷയിലേക്ക്, അതേ മോഡൽ തന്നെയാണ് ക്രിസ്ത്യാനികളായി നമ്മൾ പ്രാവർത്തികമാകാൻ. പ്രവൃത്തിയിലൂടെ ആണ് അത് വീണ്ടും വീണ്ടും വരേണ്ടത്. ആദ്യം കാനായിലെ കല്യാണം വരുന്നു, അതിനു മുമ്പ് സാത്താൻ കർത്താവിന് മരുഭൂമിയിൽ വിവിധ സാഹചര്യങ്ങളുടെ പരീക്ഷിക്കുന്നു. അപ്പോൾ ഈ പരീക്ഷണങ്ങളെല്ലാം ഒരു പ്രവൃത്തി, പ്രാക്ടിക്കൽ ഫോമാണ്. അതിനുശേഷമാണ് തിയറിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നട്ട്ഷെൽ എന്ന് പറയുന്നത് പ്രാക്ടീസ് ലെഡ്സ് ടു തിയറി എന്നുള്ളതാണ്. പ്രവൃത്തി ഒരു തത്വത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ള ഒരു വസ്തുത. പിന്നെ ഫീലക്സീനോസ് ഒരൊറ്റ ദിവസം കൊണ്ട് ആർജിച്ചെടുത്ത ഒരു വിശ്വാസ സംഹിതയല്ല, ഇതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് അല്ല, മറിച്ച് തൻ്റെ ബാല്യകാലം മുതൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു ക്രിസ്റ്റോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ, വിശ്വാസത്തിൻ്റെ മനസ്സിലാക്കലിൻ്റെ ഒക്കെ
ഫലമായിട്ടാണ് ഇത് നടത്തുന്നത് എന്ന് നാം പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പം ഫീലിക്സിനോസ് തൻ്റെ ക്രിസ്റ്റോളജിയുടെ ക്രീഡിൻ്റെയും പ്രത്യേകമായിട്ടെല്ലാം എടുത്തിരിക്കുന്നത് ഈ ദയറാക്കാർക്ക് ആയിട്ടുള്ള എഴുതിയേക്കണ ലെറ്ററിൽ നിന്നാണ്. ഏറ്റവും പ്രധാന 13 ലെറ്റേഴ്സ് നമുക്ക് ഇന്നുണ്ട്. അതിൽ 2 ലെറ്റേഴ്സാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ 2 ലെറ്ററാണ് ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വരും. അത് ഒന്നാമത്തെ ലെറ്റർ ടു ദ മങ്സ് ഓൺ ഫെയ്ത്ത്. അത് ബിഷപ്പ് ആവുന്നതിന് മുമ്പ് ദയറാക്കാർക്ക് വിശ്വാസത്തെ പ്രതി എഴുതുന്ന ഒരു ലെറ്ററാണ്. അത് 485 മുൻപ്, AD 485 മുൻപ് എഴുതുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ലെറ്റർ പ്രധാനമായിട്ടുള്ളത് ലെറ്റർ ടു ദ മങ്സ് ഓഫ് സെനൂൻ എന്ന ഒരു സ്ഥലത്തെ ദയറാക്കാർക്ക് വേണ്ടി എഴുതുന്ന ലെറ്റർ. അപ്പം ഈ 2 ലെറ്ററുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഡോക്ട്രിനൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫീലിക്സിനോസിൻ്റെ ലെറ്റേഴ്സ്. അപ്പം മനുഷ്യാവതാരത്തെ പറ്റിയാണ് കൂടുതൽ. നമുക്കറിയാം ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പം ഇതിലെ ഈ ഡോക്മ, ഈ ടീച്ചിങ്, ഡോക്ട്രിൻ എന്ന് പറയുന്നത് മനുഷ്യാവതാരത്തെ കുറിച്ചാണ്. ഈ 5-ാം നൂറ്റാണ്ടിൽ വളരെ തീവ്രമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് സഭ കടന്നു പോകുന്നത്. ഇന്ന് നമുക്ക് പക്ഷേ അതൊരു തമാശയായിട്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു പ്രാധാന്യം ഉള്ള വസ്തുതയാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നില്ല. അതിനുള്ള കാരണം നമ്മുടെ ആരാധനയാണ്. നമ്മളിപ്പോൾ ഈ ദൈവമാതാവ് എന്ന് എപ്പോഴും പറയുന്നതിലൂടെ നമുക്ക് 5-6 നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസത്തിലും ക്രിസ്തുശാസ്ത്രത്തിലും ഭീകരമായൊരു അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അതെല്ലാം കടന്നു വന്ന് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ദൈവമാതാവെന്ന് വരികയാണ്. അപ്പം ഇന്ന് നമുക്ക് പ്രഖ്യാപിക്കാനുള്ള ഈ ദൈവമാതാവെന്ന ടേമിലേക്ക് എത്തപ്പെട്ടത് ഒരൊറ്റ ദിവസം കൊണ്ടല്ല. ഇത് അനേക കാലഘട്ടങ്ങളിലൂടെയാണ് ഇത് രൂപപ്പെട്ട് കടന്നു വന്നത്. അപ്പം ഈ രൂപപ്പെടലിന് പ്രധാനമായിട്ടും ആരംഭം കുറിച്ച ഒരു സമയമായിരുന്നു 5-ാം നൂറ്റാണ്ട് എന്നുള്ളത്. 5-ാം നൂറ്റാണ്ട് നമുക്ക് അറിയാം. ആദ്യം തന്നെ അപ്പസ്തോലന്മാരുടെ കാലം തന്നെ ജ്ഞാനവാദികൾ അല്ലെങ്കിൽ ഗ്നോസ്റ്റിക്സ് വന്നു. വീണ്ടും 4-ാം നൂറ്റാണ്ടിലേക്ക് അറിയൂസ് കടന്നു വരികയാണ്. അറിയൂസ് പറയുന്നത് കർത്താവ് തൃത്വത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തു എന്നതുള്ള അവൻ ജനിച്ചവനല്ല, അതൊരു സൃഷ്ടിയായിരുന്നു എന്നുള്ള ബേസിക് തിയറിയാണ്. പിന്നീട് അപ്പല്ലോനാരിയസം വന്നു. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിസ്റ്റോളജിക്കൽ ഹെരസിയാണ് അത്. അദ്ദേഹം പറയുന്നത് ജീസസ് കർത്താവിന് മനുഷ്യ ശരീരവും അതിൻ്റെ സെൻസിറ്റീവുകളും ഉണ്ടായിരുന്നു, അതുപോലെ ഹ്യൂമൻ സോള് ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ദൈവികമായിട്ടുള്ള മനസ്സ് മനുഷ്യൻ്റെ റാഷണൽ മൈൻഡ് പോലെ ആയിരുന്നില്ല. അപ്പം കർത്താവിൻ്റെ ഡിവിനിറ്റിയെയും കർത്താവിൻ്റെ ഹ്യൂമാനിറ്റിയെയും അകറ്റി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹെരസിയായിരുന്നു അപ്പല്ലോനാരിസ്റ്റ്. അപ്പം ഈ 3 വേദവിപരീതങ്ങൾ, ഗ്നോസ്റ്റിക്സ്, അറിയൂസ്, അപ്പല്ലോനാരിസ്, അപ്പം ഇവർ 3ഉമാണ് ആദ്യമായിട്ട് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട അന്നത്തെ ഹെരസികൾ. നമുക്ക് മറ്റു പലതും തീർച്ചയായിട്ടും ഉണ്ട്. നെസ്തോർ വരുന്നുണ്ട്, യൂറ്റിക്കൻസ് ഉണ്ട്, അവരൊക്കെയുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ബേസിക് കാരണം ഇവരുടെ വേദവിപരീതത്തെ മുൻനിർത്തിയാണ് ഈ ഫിലക്സീനോസ് ചില കാര്യങ്ങൾ ഇതിനെപ്പറ്റി എഴുതുന്നത്. മറ്റ് നെസ്തോറിനെയൊക്കെ നെസ്തോറിനെയൊക്കെ എതിർക്കുന്നുണ്ട്, നെസ്തോറിനെയും യൂറ്റിക്കൻസിനെയൊക്കെ എതിർക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഈ 3
അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കർത്താവിൻ്റെ നേച്ചറിനെ പറ്റിയാണ് പ്രധാനമായിട്ടും ഇവർ ചോദ്യം ചെയ്യുന്നത്. ഹ്യൂമൻ നേച്ചർ, ഡിവൈൻ നേച്ചർ, തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പം ഫീലക്സീനോസ് ഈ രണ്ട് നേച്ചറിനെ പറ്റിയും കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ പല ചർച്ച് ഫാദേഴ്സിൻ്റെയും ഒരു പ്രധാനപ്പെട്ട അന്നത്തെ ഈ സംഭവത്തെ കൂടുതലായിട്ട് അങ്ങോട്ട് വിവരിക്കാനായിട്ട് അവർ സാധിക്കുന്നില്ല അവർക്ക്. അത് പലപ്പോഴും അവർ ഇല്ലുസ്ട്രേറ്റഡ് ആയിട്ടും അതുപോലെ പല ഫിഗേഴ്സ് വെച്ചിട്ട് അത് കമ്പയർ ചെയ്തൊക്കെയാണ് പറയുന്നത്. അതായത് ഇതിനൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ ആക്യുറസി നമുക്ക് കൊണ്ടുവരാനായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ സാധിച്ചില്ല. അതിനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ ആശയവിനിമയം വലിയൊരു പ്രശ്നമായിരുന്നു. ഇന്നത്തെ മാതിരി നമുക്ക് പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യതകൾ നമുക്കില്ലാത്തത് കൊണ്ട് ഈ രണ്ട് പ്ലേറ്റോയിലും അരിസ്റ്റോട്ടിലും നിന്നുകൊണ്ട് പറയുന്ന ഈ രണ്ട് ഫിലോസഫികളെ അന്നത്തെ പിതാക്കന്മാർക്ക് പല ആംഗിളിൽ നിന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് ഓരോ പോയിന്റിലേക്ക് വന്നില്ല. പക്ഷെ ഒരു യാക്കോബ് ബുർദോനോയുടെ കാലമായപ്പോഴത്തേക്കും അല്പം കൂടി അതിനെ ക്ലിയർ വന്നു. ഇത് രണ്ടു കൂട്ടരിൻ്റെ ഒരേ കാര്യത്തെപ്പറ്റി വ്യത്യസ്ത രീതിയിലാണ് പറയുന്നതെന്ന്. അതുകൊണ്ടാണ് യാക്കോബ് ബുർദോനോ ഇറാഖിലേക്ക് ചെന്നേച്ച് പേർഷ്യൻ ഭരണസീമയിൽ കടന്നു ചെന്നേച്ച് നെസ്തോർ തേനാണെങ്കിൽ കൂറിലോസ് പാലാണെന്ന് പറഞ്ഞു. അപ്പം ഇത് രണ്ടിനെ പറ്റിയും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതെന്നൊരു യാക്കോബ് ബുർദോനോടെ കാലമൊക്കെ ആയപ്പോഴത്തേക്കും ഏതാണ്ടൊരു തെളിച്ചത്തിലേക്ക് പേർഷ്യൻ ഭരണ സീമയിൽ ഏതാണ്ടൊരു ക്ലിയർ കട്ട് ആയിട്ട് കടന്നു വന്നു. അപ്പം ആ കാലങ്ങളിൽ 5 നൂറ്റാണ്ടിലൊരു കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അന്നത്തെ കാലത്ത് കൊടുക്കുവാനോ അല്ലെങ്കിൽ പറഞ്ഞത് അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുവാനോ അന്നത്തെ സഭയ്ക്ക് സാധിച്ചില്ല എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഈ ക്രീഡിനെ പറ്റി ക്രിസ്റ്റോളജിയും രണ്ട് ചിന്തകൾ നമുക്കറിയാം. അന്ത്യോക്യൻ തിയറിയും അലക്സാണ്ട്രിയനും. അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ കർത്താവിൻ്റെ ഹ്യൂമൻ എലമെന്റിന്, മനുഷ്യാവതാര കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. പിന്നെ കർത്താവിൻ്റെ ഹ്യൂമൻ നേച്ചറിന് ഈ ഡിവൈൻ പേഴ്സണായിട്ടും ഒരു കണക്ഷൻ ഇല്ലാതെ നിൽക്കുവാനായിട്ട് സാധിക്കില്ല. അതായത് ഡിവൈനും ഹ്യൂമനും ഒരുമിച്ച് ക്ലബ് ചെയ്ത് പോകണം എന്നുള്ള പോയിന്റിലേക്കാണ് വരുന്നത്. ഈ ഹ്യൂമൻ നേച്ചർ, കർത്താവിൻ്റെ ഹ്യൂമൻ നേച്ചർ കണക്റ്റ് വന്നിരിക്കുന്നത് ലോഗോസിലേക്കാണെന്ന് ആണ് പറയുന്നത് അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ. അത് ഡിവൈൻ നേച്ചറിലേക്ക് അല്ല. അതായത് ഇപ്പം ഒരു മനുഷ്യന് ശരീരമുണ്ട്, ആത്മാവുണ്ട്. ശരീരം, ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 തിയറിയിലാണ് നിൽക്കുന്നത് എല്ലാ മനുഷ്യരും. അപ്പം അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ ഈ ആത്മാവ് കഴിഞ്ഞിട്ട് ദേഹം, ദേഹിയുടെ സ്ഥാനത്ത് വരുന്നത് ലോഗോസ് ആണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം അന്ത്യോക്യൻ കർത്താവ് അതിൽ ബോഡിയുണ്ട്, സോളുണ്ട്, സ്പിരിറ്റ് ഉണ്ട് അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ. അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ. അലക്സാണ്ട്രിയൻ പാരമ്പര്യത്തിൽ ബോഡിയുണ്ട്, സോളുണ്ട്, അതുപോലെ സ്പിരിറ്റിൻ്റെ സ്ഥാനത്ത് ലോഗോസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു മാറിപ്പോയിട്ടോ. അലക്സാണ്ട്രിയൻ പാരമ്പര്യത്തിലാണ് ഈ കാര്യം. ശരീരമുണ്ട്, സോളുണ്ട്, ലോഗോസ് ഉണ്ട്. എന്നാൽ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ ബോഡി, സോള്, സ്പിരിറ്റ്, ഈ 3 എലമെന്റുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ 2 തിയറി
നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് മനസ്സിലാക്കും. അന്തോക്യൻ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഈ ലോകത്തിലെ കാര്യങ്ങളെ ആയിട്ടുള്ള സാധാരണമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അലക്സാൻഡ്രിയൻ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു ഏരിയൽ വ്യൂ ആണ് വരുന്നതെന്ന് നമുക്ക് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അലക്സാൻഡ്രിയയിൽ നമുക്ക് എല്ലാവർക്കും റാഷണൽ സോൾ ഉണ്ട്. റാഷണൽ ഒരു ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള ഒരു റാഷണൽ സോള് നമുക്കുണ്ട്. പക്ഷെ അലക്സാൻഡ്രിയൻ പാരമ്പര്യത്തിൽ പറയുന്നത് ഈ റാഷണൽ സോള് ലോഗോസ് എടുത്തു. റാഷണൽ സോളിന്റെ സ്ഥാനത്താണ് ഈ ലോഗോസ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ട് തോന്നുന്ന എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണ്ടി 2 മിനിറ്റ്. ഞാൻ പറയാം. ചൈതന്യം വിളിപ്പോ അതായത് 5-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ക്രിസ്റ്റോളജിക്കൽ ഇഷ്യൂസ്, കർത്താവിൻ്റെ നേച്ചറിനെ പറ്റിയുള്ളത്. അത് ഗ്നോസ്റ്റിക്സ്, ഏരിയൻസ്, അപ്പല്ലീനാരിസ്റ്റ് ഇവരെല്ലാം കർത്താവിൻ്റെ നേച്ചറിനെ, പേഴ്സൺ ഓഫ് ക്രൈസ്റ്റിനെ പറ്റിയാണ് പ്രത്യേകം പറയുന്നത്. പക്ഷെ സഭ കൃത്യമായിട്ട് ഈ ഡിവൈൻ ആൻഡ് ഹ്യൂമൻ നേച്ചറിൻ്റെ യൂണിറ്റിയെ പറ്റി പറയാനായിട്ട് ആദ്യകാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ കൂടുതലായിട്ട് ഒരു ഡിഫൈൻ കാര്യത്തിൽ പറയാൻ സാധിക്കുന്നില്ല. അതിനുള്ള ഒന്ന് ഭാഷകൾ, ഫിലോസഫികളുടെയൊക്കെ പരിമിതികൾ മൂലം അതൊരു കൃത്യമായൊരു കാര്യത്തിലേക്ക് പറയുന്നില്ല. അത് ഇലിസ്ട്രേറ്റീവും ഫിഗറേറ്റീവ് ആയിട്ടൊക്കെ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. നെസ്തോർ പറയുന്നത് കർത്താവിൻ്റെ അതിൻ്റെ ഉദാഹരണം നമുക്കറിയാം. സൺഡേ സ്കൂളിൽ അത് കൃത്യമായിട്ട് നെസ്തോറിൻ്റെ കാഴ്ചപ്പാടിൽ കർത്താവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും വെള്ളത്തിൽ എണ്ണ ചേർക്കും പോലെയാണെന്ന് പറയും. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ എണ്ണ ചേർത്താൽ അതിങ്ങനെ ഇങ്ങനെ വേറിട്ട് നിൽക്കും. അപ്പൊ അതിലൊരു ഡിവിഷൻ എപ്പോഴും ഉണ്ട് എന്നുള്ളത് നെസ്തോർ പറയുന്നു. അപ്പൊ കൂറിലോസിന്റെ വ്യൂവില് അല്ല, ഇത് പാലും വെള്ളവും പോലെയാണ്, അത് മിക്സ് ആവും, ശരിക്കും മിക്സ് ആവും. അത് ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും കർത്താവിൻ്റെ മനുഷ്യത്വം അത് ശരിക്കും ഒത്തുചേർന്ന് വേർതിരിക്കാനായിട്ട് സാധിക്കില്ല. പാലും വെള്ളവും ഒഴിച്ച് നമുക്ക് വേർതിരിക്കാം, പക്ഷെ എണ്ണയും വെള്ളത്തിലും വേർതിരിവുണ്ട്. അപ്പം ഇതുപോലെ ഈ ഫിഗറേറ്റീവ് ആയിട്ടാണ് ഇതിങ്ങനെ കൃത്യമായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ക്രിട്ടിക്സ് ആണ് ഈ മോഡേൺ സ്കോളേഴ്സ് പറയുന്നത്. അതിനുള്ള കാരണം ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഭാഷയുടെ പരിമിതികൾ, പിന്നെ ഫിലോസഫിയുടെ ഡിഫറൻസ്. 2 ചിന്തകൾ, അന്തോക്യയുടെയും അലക്സാൻഡ്രിയൻ അന്തോക്യൻ പോയിന്റിൽ കർത്താവിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ബോഡി, സോള്, സ്പിരിറ്റ്. അലക്സാൻഡ്രിയയിലെ കാഴ്ചപ്പാടില് കർത്താവ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ബോഡി, സോള് ആൻഡ് ലോഗോസ്, വചനം. ഇങ്ങനെ 2 വ്യത്യസ്തതയാണ് അവിടെ കാണുന്നത്. പിന്നെ വലിയ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ക്രിസ്റ്റോളജിക്കൽ പ്രോബ്ലം കർത്താവിൻ്റെ ജനന സംബന്ധിച്ചിട്ടുള്ളതാണ്. ജനനത്തെ പറ്റിയുള്ളതാണ്. The basic idea of the model double mode of being of the single hypostasis of word in terms of the 2 births. 2 ജനനത്തെ പറ്റിയാണ് പ്രധാനമായിട്ടും അന്നത്തെ പിതാക്കന്മാരുടെ മറ്റൊരു ക്രിസ്റ്റോളജിക്കൽ ഇഷ്യൂ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ബർത്ത് ഓഫ് ദി വേർഡ് ഫ്രം ദ ഫാദർ, ബർത്ത് ഓഫ് ദി ഹ്യൂമാനിറ്റി ഫ്രം മേരി. അപ്പം
വചനം പിതാവിൽ നിന്ന് വന്നു, അതുപോലെ തന്നെ മനുഷ്യത്വം മാതാവിൽ നിന്ന് എടുത്തു. നമുക്ക് നമ്മുടെ കുർബാനയിൽ പലപ്പോഴും നമ്മൾ പാടുന്നുണ്ട്, അല്ലെങ്കിൽ ബുധനാഴ്ച രാത്രി നമസ്കാരത്തിൽ മൂന്നാം കൗമയുടെ യഹ്ബോ, നമ്മൾ യേശു പിതൃസുത, യേശു മറിയസുത എന്ന് പറഞ്ഞ ഒരു പാട്ട് നമ്മൾ ഹൂത്തോമോയിലൊക്കെ നമ്മൾ പാടാറുണ്ട്. ഈ പാട്ട് ശരിക്കും ഒരു അന്തോക്യൻ അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള പാട്ടുകളാണ്. ശരിക്കും അന്തോക്യൻ, അതായത് ക്രിസ്തു പിതാവിൻ്റെ പുത്രനാണ്, ക്രിസ്തു മറിയമിൻ്റെ പുത്രനാണ്. നമുക്കത് സ്ഥിരം ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളൂ. അതിനുള്ള കാരണം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കേട്ട് മഹനീയമായ ചില കാര്യങ്ങൾക്ക് പഴക്കം വന്നപ്പോൾ അതെല്ലാം സർവ്വസാധാരണമായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പം അന്നത്തെ വലിയൊരു ക്രിസ്റ്റോളജിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജനനത്തെ പറ്റിയുള്ളതാണ്. ഒന്ന്, എങ്ങനെയാണ് ജനിച്ചത്? നമുക്ക് നെസ്തോറിനെ അറിയാം. ജനിച്ചു കഴിഞ്ഞിട്ട് അറിയൂസ് പറഞ്ഞു അത് പുത്രൻ ക്രിയേറ്റഡ് ബീയിങ് ആണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നെസ്തോർ വന്നിട്ട് പറഞ്ഞു അവൻ ജനിച്ച് മാമോദീസയുടെ സമയത്താണ് അവനിലേക്ക് ദൈവത്വം വന്നതെന്ന് പറയുന്നു. പിന്നെ അപ്പൊലോനാരീസ് പറഞ്ഞു അവിടെ ഒരു ഡിവിഷൻ ഉണ്ട്, കർത്താവിൻ്റെ ഹ്യൂമൻ സോളും ഡിവൈൻ സോളും തമ്മിൽ ഒരു ഡിവിഷൻ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അന്നത്തെ സഭയെ അടിച്ചു കുലുക്കുന്നതായിരുന്നു. അപ്പം അതിലൊരു പ്രധാനപ്പെട്ടതാണ് കർത്താവിൻ്റെ ജനനത്തെ പറ്റിയുള്ളത്. ഫീലക്സീനോസ് പ്രധാനമായിട്ടും രണ്ട് ജനനത്തെ പറ്റി ഊന്നി പറയുന്നുണ്ട്. കർത്താവിൻ്റെ ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റിന്, ജനനത്തെ പറ്റി ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ് അത് ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനെ പോലെ അല്ല. നമുക്കറിയാം, ഇപ്പം സ്ത്രീ പുരുഷന്മാരുടെ സങ്കലനത്തിലൂടെയാണ് സാധാരണമായിട്ട് വരുന്നത്. പക്ഷെ കർത്താവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹ്യൂമാനിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ ജനനം ഒരു സാധാരണ മനുഷ്യനെ പോലെ അല്ല എന്നുള്ള കാര്യം വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. കർത്താവിൻ്റെ ജനനത്തില് മനുഷ്യാവതാരത്തില് ദൈവത്വത്തിലും എന്താണ് ദൈവത്വത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതും എന്താണ് മനുഷ്യത്വത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും കൃത്യമായിട്ട് ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് വ്യത്യാസം വരുത്തുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ പല കാര്യങ്ങളിലും പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വേണം ഷീത്തോ എന്നുള്ള സിമ്പിൾ സാധാരണമായിട്ടുള്ള ഒരു കാര്യമെന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പം കർത്താവ് എടുത്ത ആ ജനനത്തെ ഈ ഫിലക്സിനോസ് പറയുന്നത് നമ്മുടെ അതേ ടു കോൾ അവർ കോമ്പോസിഷൻ അപ്പോൺ ഹിം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ നേച്ചറ്, നമ്മുടെ പാപകരമായ നേച്ചറ് ആ പുത്രൻ സ്വയം വഹിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം അത്ര സിമ്പിളായിട്ട് വിലയിരുത്താനാണ് ഫീലക്സീനോസ് ശ്രമിക്കുന്നത്. തൻ്റെ ക്രിസ്റ്റോളജി, കർത്താവിൻ്റെ ജനനം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതിനുള്ള അടിസ്ഥാനമായിട്ടുള്ള തിയറി, അടിസ്ഥാനമായിട്ടുള്ള കാരണം നാം ഓരോരുത്തരുടെയും നേച്ചർ അവനിലേക്ക് ആകപ്പെട്ടു. നമ്മുടെ പാപകരമായ നേച്ചർ അവനിലേക്ക് ചേർക്കപ്പെടുക. അപ്പം കർത്താവിൻ്റെ ജനനം, ഇൻകാർണേഷൻ എന്ന് പറയുന്നത് കേവലം ക്രിസ്തുവിൻ്റെ ജനനം മാത്രമല്ല, അത് നാം ഓരോരുത്തരുടെയും കൂടി ജനനമാണെന്നുള്ള ഒരു വിശാല അർത്ഥത്തിയിട്ടാണ് വരുന്നത്. കാരണം നമ്മുടെ പാപകരമായ അവസ്ഥ നമുക്ക് തീരുവാണ്. നമ്മുടെ നേച്ചർ പാപത്തിൻ്റെ നേച്ചറാണ്. ആ നേച്ചർ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നഷ്ടപ്പെട്ട്
ഏദന്റെ പറുദീസയിലുള്ള പാപത്തിന് മുമ്പ് ആദമിനും ഹൗവായ്ക്കും ഉണ്ടായിരുന്ന നേച്ചറിലേക്ക് നമ്മൾ കടന്നു വരിക. മാമോദീസായിൽ നമ്മൾ അതാ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ട മഹത്വ വസ്ത്രമാണ് നമ്മൾ വീണ്ടെടുക്കുന്നത്. അപ്പൊ ഈ നേച്ചർ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് ക്രിസ്തുവിന്റെ നേച്ചർ നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ജനനം എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് മറിയത്തിൽ നിന്ന് ഹ്യൂമാനിറ്റിയും പിതാവിൽ നിന്ന് ഡിവിനിറ്റിയും എടുത്തു. രണ്ടാമത് അത് സിമ്പിളാണ് കർത്താവിൻ്റെ ജനനം. അതായത് നാം ഓരോരുത്തരുടെയും നേച്ചർ ഫിലക്സിനോസിന്റെ അഭിപ്രായത്തിൽ ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ അവതാരത്തിലൂടെ അവൻ എടുക്കുന്നു. അതുമൂലം നാമും കൂടി ഒരു പുതിയതായിട്ട് ജനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. അപ്പൊ ഈ സിംപ്ലിസിറ്റി എന്ന വേർഡ് കൊണ്ട് ഈ ഫിലക്സീനോസ് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം, ഏദന്റെ അവസ്ഥയിലുള്ള ആദമിന്റെ അവസ്ഥയാണ്. ഏദന്റെ പറുദീസയിലുള്ള ആദമിന്റെ അവസ്ഥയാണ്. അതായത് പ്രീ കണ്ടീഷൻ ഓഫ് നോളജ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ ഒരു മുൻ രൂപമാണ് ഈ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇതിൽ വിശ്വാസമുണ്ട്. ഇതില് ഒരിക്കലും പൈശാചികമായ കാര്യങ്ങൾ കടന്നു വരുന്നില്ല. ഇതൊരു മറ്റൊരു സ്പിരിച്വൽ തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും. ഈ സിംപ്ലിസിറ്റി ആയിരുന്നു, ഈ ഒരു ലാളിത്യം, ലളിതമുള്ള അവസ്ഥയായിരുന്നു ഏദനിൽ ഉണ്ടായിരുന്നത്. കാരണം എന്താ, അവിടെ ഫിലിക്സിനോസ് പറയുകയാണ്, അവിടെ പറയുന്നുണ്ട്, മെമ്രയിൽ പറയുന്നുണ്ട്, ദൈവവുമായിട്ട് ദിനം പ്രതി സംസാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആദമും ഹൗവയും. അപ്പൊ അത്ര സിമ്പിൾ ഫോം ആയിരുന്നു അവർ തമ്മിലുള്ള റിലേഷൻ. അപ്പൊ കർത്താവിന്റെ ജനനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിലക്സിനോസ് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, ഒന്ന് മറിയമിൽ നിന്നും ദൈവത്തിൽ നിന്നും, ലോഗോസ് വചനം ദൈവത്തിൽ നിന്നും വന്നു. രണ്ടാമത് അവന്റെ ജനനം സിമ്പിളാണ്. ഈ സിംപ്ലിസിറ്റിയിലൂടെ അത് പ്രീ കണ്ടീഷൻ ഓഫ് ഗോഡ്, അബൌട്ട് ഗോഡാണ്, നോളജ് അബൌട്ട് ഗോഡാണ്. ദൈവത്തെക്കുറിച്ച് പറുദീസയിൽ വീഴ്ചയ്ക്ക് മുമ്പ് ആദമിന് ഉണ്ടായിരുന്ന, ഹവ്വായ്ക്ക് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ സമാധാനത്തെ പറ്റിയും പറയുന്നുണ്ട്. അത് വേറൊരു പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് ഇവിടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അത് ലളിതമായിരുന്നു എന്ന് ഇതിനെ കൂടുതലായിട്ട് ഈ ഫിലക്സീനോസ് വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പം കർത്താവ് സിംപിളായിട്ട് നമ്മുടെ നേച്ചറിനെ, നമ്മുടെ പാപകരമായ അവസ്ഥയെ അവൻ എടുത്തത് മൂലം നമ്മളിലും ഒരു ജനനം നടക്കുകയാണ്, ഒരു പുതിയൊരു ജനനം, വീണ്ടും ജനനം നടക്കുകയാണ്. അത് മാമോദീസയിലൂടെയാണ്. ഇതിന് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇതിന് കൂടുതൽ ഇച്ചിരി അറിയാവുന്ന ഒരു അപ്പൊ നമ്മൾ ഈ മാമോദീസയിലൂടെ കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് വരുവാണെന്നാണല്ലോ പറഞ്ഞത്. ഈ കൊച്ചു പിള്ളേര്, ഒരു 2-3 വയസ്സുള്ള പിള്ളേർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരുമാതിരി അക്രമം പോലെയൊക്കെ ഉള്ള ഒരു സ്വഭാവങ്ങൾ വരുന്നത്? ഒരു പാവം പിടിച്ച സ്വഭാവം അല്ലാതെ അവരൊരു ഇച്ചിരി കുറുമ്പും മറ്റുള്ളവരെ ഉപദ്രവിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവത്തിലേക്ക് ഈ അതില് എനിക്ക് പറയാനുള്ള, ഈ മാമോദീസ എന്ന് പറഞ്ഞാല് അതൊരു എൻഡ് അല്ല. അതൊരിക്കലും അതൊരു നമ്മൾ മാമോദീസയിലൂടെ ഒരു അവസാനമല്ല. ഇവിടെ വെച്ച് രക്ഷയെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തി അവൻ രക്ഷിക്കപ്പെടും അങ്ങനെയല്ല. അത് ബിഗിനിങ് സ്റ്റേജ് ആണ്. നമ്മുടെ ഇതില് രക്ഷയിലേക്ക് കടന്നു വരുന്ന വാതിലാണ് മാമോദീസ. ഇനിയും പടികളുണ്ട്. അതായത് സാൽവേഷൻ ഈസ് എ പ്രോസസ് എന്നാ പറയുന്നത്. അതൊരു ഒറ്റ സ്വിച്ച് ഇട്ട് നമുക്ക് ലഭിക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ എങ്ങനെ ഒരു നല്ല
വൈദികനായി തീരുന്നത് എങ്ങനെയാ, നമ്മൾ അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായി തീരുന്നത് എങ്ങനെയാ? നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നല്ലൊരു മനുഷ്യനായി തീരുവാണോ ഇങ്ങനെ? നമ്മുടെ ഒരു പ്രൊഫഷനിൽ ഇപ്പം ഞാനൊരു ഒരു വയർമാനായിട്ട് കോഴ്സ് കഴിഞ്ഞിറങ്ങി അപ്പം തന്നെ ഞാൻ നല്ല വയർമാൻ, ഞാനത് പ്രവർത്തിച്ച് അതാ ഫീലിക്സിനോസിന്റെ തിയറി, പ്രാക്ടീസ് ലെഡ് ടു തിയറി എന്ന് പറയുന്നത് അതാണ്. നമ്മൾ വീണും എഴുന്നേറ്റും കഴുകിയും തുടച്ചും ഉണങ്ങിയൊക്കെ നമ്മൾ നടക്കുവാണ് അങ്ങനെ. അപ്പൊ ഈ ഒരു മാമോദീസ എന്ന് പറയുന്നതിന്റെ എൻഡ് ഫോം അല്ല, അതൊരു ബിഗിനിങ് സ്റ്റേജ് ആണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം എപ്പോഴും. താങ്ക് യു റംബച്ച. മറ്റേ ഹൈപ്പോസ്റ്റാറ്റിസിസും ഹോമോസിയസും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ വരിക? അത് ഞാനത് പറഞ്ഞപ്പോ ഒരു മൊത്തം ഇതായിപ്പോ, കാരണം എനിക്ക് അതിനെക്കുറിച്ചൊരു അത്ര അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഞാനത് പറഞ്ഞത് അടുത്ത ഇതിൽ പറഞ്ഞാൽ മതിയോ? അത് മതി. കാരണം അതെ ഇച്ചിരി പണ്ട് തൃത്വത്തെ ഹോമോസിയാസ് എന്ന് പറയുമ്പോൾ തൃത്വത്തെ, ഇതിന്റെ ഒരു കോൺട്രവേഴ്സി, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അത് തന്നെയല്ലേ, ഹോമോസിയാസും ഹൈപ്പോസ്റ്റാറ്റിസിസും എന്നുള്ള ആ ഒരു വേർഡ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതിന്റെ നോട്ട് കിട്ടുമോ? അത് ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത് ഇതെല്ലാം ഒന്ന് തീർന്ന് അപ്പൊ വേണമെങ്കിൽ ഉള്ളത് ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ അതാ പറഞ്ഞ അത് രണ്ടും ഇപ്പൊ ഒറ്റ ഫോൾഡർ ആയിട്ടാ കിടക്കുന്നത്. അത് വേണമെങ്കിൽ ഇന്ന് ഇത് കഴിയുമ്പോ തന്നെ വാട്സപ്പിൽ ഞാൻ ഇട്ടേക്കാം ഗ്രൂപ്പില്. അപ്പൊ ഈ ക്ലാസിന്റെ റെക്കോർഡ് ചെയ്തേക്കണതും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്? അത് ഞാൻ ചെയ്യണില്ല കേട്ടോ, റെക്കോർഡ് വേറെ ഇവിടെ ഇതിന്റെ ഓഫീസർ ചെയ്യുന്നു. അത് ഞാൻ ചോദിക്കുവായിരുന്നു, ഗ്രൂപ്പില് ഫോർവേഡ് ചെയ്യുമെന്ന്. അത് ചെയ്യില്ല, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ ഹോമോസിയാസും ഹിപ്പോസ്റ്റാറ്റിസും പോയിന്റ് അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം കേട്ടോ. അത് ഞാനത് സോറി, അത് പറഞ്ഞാലത് ചിലപ്പോ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പൊ മാമോദീസ അതായത് നമ്മൾ ഒരു അമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് ഒറ്റ ഭക്ഷണത്തിലൂടെ ദിനം പ്രതി കൊടുത്തല്ല ആ കുഞ്ഞു വളർച്ചന്. അപ്പൊ നമ്മുടെ ഒരു പ്രൊഫഷൻ ആയിക്കോട്ടെ, ഒരു ബിക്കമിങ് മാൻ എന്നാ പറയുന്നത്, അതുപോലെ ബിക്കമിങ് പ്രീസ്റ്റ് ആണ്, ബിക്കമിങ് അങ്ങനെ നമ്മൾ സ്റ്റുഡൻ്റ് ആണ്, അങ്ങനെ നമ്മൾ ആയിത്തീരുക. അപ്പൊ രക്ഷയും അങ്ങനെ തന്നെ, ഒരു ഒറ്റ സ്ഫിയറിൽ ഇതൊന്നും നടക്കൂല. പിന്നെ മറ്റൊരു വലിയ പ്രോബ്ലം ഫീലക്സിനോസിന്റെ കീ കൺസെപ്റ്റ് ഓഫ് ഫീലക്സിനോസ് തിയോളജി എന്ന് പറഞ്ഞാൽ അത് മിക്സ്ചറിനെ പറ്റിയാണ്. ഹ്യൂമാനിറ്റി, അങ്ങനെ മനുഷ്യത്വവും ദൈവത്വവും എങ്ങനെ മിക്സ്ചറായി എന്നുള്ളതാണ് അന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. നെസ്തോറൊക്കെ അതിനെ പറ്റിയാണ്, ഇപ്പൊ ഹോമോസിയാസും അത് ഒക്കെ ആ പോയിന്റിലിട്ടാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെങ്ങനെ ഇത് സംഭവം മിക്സ്ചറായി, ഇത് ദൈവത്വവും മനുഷ്യത്വവും എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പൊ ഈ യൂണിയൻ അല്ലെങ്കിൽ ഈ ജോയിന്റ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു വിശ്വാസിക്ക് എപ്രകാരം പരിശുദ്ധാത്മാവുമായിട്ട് ചേരുന്നുവോ അതുപോലെ തന്നെ ഒരു വിശ്വാസി ക്രിസ്തുവുമായിട്ടും ചേരുന്നുണ്ട്. അത് വീണ്ടും നമ്മൾ ആ മാമോദീസയിലേക്കാണ് പോകുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഫീലിക്സിനോസ് പറയുന്നത് മാമോദീസയെ പറ്റിയാണ്. ഈ മാമോദീസ എന്ന വിശുദ്ധ കൂദാശയിലൂടെ ഈ രണ്ട് ആസ്പെക്റ്റിലേക്കും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആയിട്ട് യൂണിയൻ ആവുന്നു, അതോടൊപ്പം തന്നെ ക്രിസ്തുവുമായിട്ട് കണക്റ്റഡ് ആവുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇത് പെന്തിക്കൊസ്തിയുടെ അനുഭവം, പെന്തിക്കൊസ്തിയുടെ ഒരു ദിവസം റീനാക്ട്മെന്റ് ആണ് ഓരോ വിശ്വാസിയുടെയും മാമോദീസ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം പെന്തിക്കൊസ്തി ചരിത്രപരമായി നടന്ന ഒരു സംഭവമാണ്. നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നത് അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ്. പക്ഷെ ഓരോ വിശ്വാസിയുടെയും മാമോദീസ എന്ന് പറയുന്നത് അത് പെന്തിക്കൊസ്തി പെരുന്നാളിന്റെ റീനാക്ട്മെന്റ് ആണെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ
ഇവിടെ ഈ മിക്സറിൽ എന്ന പോയിന്റിലേക്ക് ഫീലിക്സിനോസ് വരുന്നത് ഓരോ മാമോദീസായിലൂടെയും വിശ്വാസി പരിശുദ്ധാത്മാവുമായിട്ടും ക്രിസ്തുവുമായിട്ടും യോജിക്കപ്പെടുകയാണ്. വീണ്ടും ഒരു ഫിസിക്കൽ ബർത്തിനെ പറ്റി പറയുന്നത് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഫ്രം അമ്മയുടെയും അപ്പൻ്റെയും ഈക്വൽ പാർട്ടിസിപ്പേഷനിലൂടെയാണ് ഒരു ജോയിന്റ് അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ നടക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന പ്രകൃതിദത്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പോയിന്റ് അന്ന് വരുന്നത് ഇതെങ്ങനെ ക്രിസ്തുവിൽ നിങ്ങളുടെ ഈ ക്രിസ്തു ഇങ്ങനെയാണ് എന്ന് വരികിൽ അത് എങ്ങനെ വരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ പോയിന്റ്. ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം നടക്കുന്നത്. അപ്പം ഫീലിക്സിനോസ് കൊണ്ടുവരുന്ന 5-ാം നൂറ്റാണ്ടിൽ തന്നെ കൊണ്ടുവരുന്നത് ഹ്യൂമൻ നേച്ചർ മേരിയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ ഡിവൈൻ നേച്ചർ ദൈവത്തിൽ നിന്ന് വരുന്നു. ഒരു പിതാവിന് മാതാവും പിതാവും കൂടി ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോൾ എപ്രകാരം ഈക്വൽ പാർട്ടിസിപ്പേഷൻ വരുന്നുവോ അപ്രകാരം തന്നെ ഈക്വൽ സ്റ്റാറ്റസ്, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ലോഗോസിനും അതുപോലെ മേരിക്കും ഉണ്ട് എന്ന് ഫീലിക്സിനോസ് അടിവരയിട്ട് പറയുകയാണ്. എങ്കിലും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോയുടെ ഒരു പൂർത്തീകരണം അവിടെ വരണം. കാരണം ഈ മനുഷ്യൻ പാപം ഒഴികെ ബാക്കി എല്ലാത്തിലും ക്രിസ്തു മനുഷ്യനെ പോലെ ആയിരുന്നു എന്ന് യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം സാധാരണ രീതിയിൽ നടക്കണമെങ്കിൽ ഒരു അസാധാരണമായ അവസ്ഥയിലൂടെ അല്ല ദൈവം നമ്മളെ വീണ്ടെടുക്കുന്നത്. സാധാരണമായിട്ടുള്ള സംഗതിയിലൂടെയാണ്. ഈ ലോകത്തിന്റെ നിയമം, ഈ ലോകത്തിന്റെ അത്ഭുതങ്ങള്, ഇതിലെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഈ സാധാരണമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ദൈവം സൃഷ്ടിയെ വീണ്ടെടുക്കുന്നത് കൊണ്ട് അവൻ്റെ ജനനവും അവൻ്റെ ഹ്യൂമാനിറ്റിയും ഒരു സാധാരണമായിരിക്കണമെന്ന് ഫീലിക്സിനോസിന് കൃത്യമായിട്ടുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഏർലിയർ ചർച്ചിന് അങ്ങനെ ഒരു ചിന്തയുണ്ട്. കാരണം ഒരു നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ഒരു കാര്യമല്ല രക്ഷാപദ്ധതി. നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ രക്ഷാപദ്ധതി എന്നാണ് ഇതിലൂടെയൊക്കെ പിതാക്കന്മാരും ഈ ഫീലിക്സിനോസും പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഒരു കുഞ്ഞിന് ഒരു നോർമൽ പ്രോസസ്സിലൂടെ ഒരു കുഞ്ഞ് എപ്രകാരം ജനിക്കുന്നുവോ അതുപോലെ ഡിഫൈൻ ചെയ്യാവുന്ന രീതിയിൽ ഒരു സിമ്പിൾ ആയിരിക്കണമെന്ന് മാക്സിമം ഫീലിക്സിനോസ് ശ്രമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അതിൻ്റെ ഹ്യൂമൻ നേച്ചർ മറിയമിൽ നിന്നും ഡിവൈൻ നേച്ചർ ദൈവത്തിൽ നിന്നും എന്ന് കൃത്യമായിട്ട് അവസാനം ഒരു ഫൈനലിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോൾ വീണ്ടും കൂറിലോസിന്റെ ഒരു തിയറി ഉണ്ടല്ലോ, പാലും വെള്ളവും തമ്മിൽ കണക്ഷൻ നടത്തുന്ന, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അവര്. ഇവന്റെ എതിരാളികൾ ഇതെങ്ങനെ ഇങ്ങനെ ഒരു മിറക്കിള്, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. അന്നേരമാണ് ഇവര് ഇത് മിറക്കിളാണ്, ഇത് മിസ്റ്ററിയാണ്, മനുഷ്യ ശരീരത്തിൽ കടന്ന ഒരു കുഞ്ഞിന് ആ ഒരു പോയിന്റിലേക്ക് ആ റാഷണൽ മൈൻഡുള്ള ആളുകൾക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഫീലിക്സിനോസും കൂറിലോസും എല്ലാം കൊണ്ടുവരുന്ന പോയിന്റ് ഈ രഹസ്യം അല്ലെങ്കിൽ മിറക്കിൾ എന്ന ഒരു പോയിന്റിലേക്ക്, അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടുകൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അത് നമ്മുടെ സാധാരണ പ്രകൃതി നിയമത്തിനും അതീതമാണെന്നുള്ള പോയിന്റിലേക്ക് വരുന്നു. അപ്പൊ ഒന്ന് ഇത് എങ്ങനെ നടക്കുന്നു എന്ന് ഫീലിക്സിനോസിനോട് ചോദിക്കുകയാണ്. അപ്പൊ അവൻ പറയുകയാണ് ഇത് മിറക്കിളാണ്, ഇത് മിസ്റ്ററിയാണ്,
ഇത് സാധാരണ നമ്മുടെ ഭൗമിക തലത്തിൽ നിന്നിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ യൂണിയനെ പറ്റി ആണ് അടുത്ത ഒരു പ്രശ്നം ഈ മിക്സ്ചറിൽ. കർത്താവിന് വിശന്നപ്പോൾ അത് ഹ്യൂമാനിറ്റി, കർത്താവ് അത്ഭുതം ചെയ്തപ്പോൾ അത് ഡിവിനിറ്റി, കർത്താവ് ക്രൂശിൽ തറച്ചപ്പോൾ അത് ഡിവിനിറ്റി, കർത്താവ് ഉയർത്തെഴുന്നേൽപ്പോൾ ഡിവിനിറ്റി, ക്രൂശിൽ തറച്ച ഹ്യൂമാനിറ്റി. ഇങ്ങനെ ഒരു വേർതിരിവ് ആ കാലഘട്ടത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഒരു ഡിവിഷൻ ഇല്ല, അങ്ങനെ തിരിക്കാനായിട്ട് സാധിക്കില്ല. ഇത് ഒരിക്കലും വേർതിരിക്കുവാൻ പാടില്ലാത്ത വിധത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു എന്നുള്ള പോയിന്റിലേക്കാണ് ഫീലക്സിനോസ് എത്തപ്പെടുന്നത്. അതിൽ ഈ ബുൽബോലോന്നും ബുഹിയോ എന്ന് പറഞ്ഞ 2 വേർഡുകളാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. കൺഫ്യൂഷൻ ആൻഡ് കോമിംഗ്ലിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിന് അങ്ങനെ വിത്തൗട്ട് കൺഫ്യൂഷൻ ആൻഡ് ഒരു സംശയവും കൂടാതെ അത് ഒരുമിച്ച് ചേർന്നു എന്നാണ് ഫീലക്സിനോസ് പറയുന്നത്. അതിൽ അപ്പോൾ ബുൽബോലോ എന്ന് പറഞ്ഞ ആ വേർഡിന് ഭയങ്കര അർത്ഥമുണ്ട്. അപ്പോൾ ഒത്തിരി നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഇപ്പം മിസ്റ്ററി എന്നുള്ള വേർഡ് നമ്മൾ കാര്യം എപ്പോഴും പറയുന്നുണ്ടെങ്കിലും കേട്ട് സാധാരണ ആയ പോലെ ഈ കൺഫ്യൂഷൻ, ഇത് ഭയങ്കര സുറിയാനിയിലെ ബുൽബോലോ എന്നുള്ള വേർഡ് ഭയങ്കര മീനിങ് ഉള്ള ഒരു വേർഡാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. നമുക്ക് മനുഷ്യൻ്റെ സാധാരണ റാഷണൽ ചിന്താഗതിക്ക് സംശയം ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ചിന്തിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ഇത് മിങ്കിൾ ചെയ്ത് കിടക്കുകയാണ്. വേർതിരിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് മിക്സ്ചറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും ഒത്തുചേരുന്നത് അത് മിറക്കിളിലൂടെയാണ്. അത് ഡിവിനിറ്റിയെ ഹ്യൂമാനിറ്റിയെ നമുക്ക് ഓരോ കർത്താവിൻ്റെ ഇവൻറ്റിനെ വെച്ചിട്ട് അവൻ്റെ മനുഷ്യാവതാര ശുശ്രൂഷയിലെ ഓരോ സംഭവങ്ങളെയും പ്രത്യേകം എടുത്തിട്ട് ഡിവിനിറ്റി ഇത് ദൈവികമായിരുന്നു, ഇത് മാനുഷികമായിരുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കില്ല. ഇത് യാതൊരു സംശയവും കൂടാതെ ഇത് ഒന്നിച്ചു ചേർന്ന് കിടക്കുവാണെന്ന് ഒറ്റ പോയിന്റിലേക്ക് വരുന്നു. എങ്കിൽ മാത്രമേ ആ ഒരു ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ, 3 persons ആൻഡ് 1 nature എന്നുള്ള ആ തൃത്വത്തിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ ശരിയാവണമെങ്കിൽ ഇത് ഇങ്ങനെ വന്നാൽ മാത്രമാണ് അത് ശരിയാവുള്ളൂ. ഈ നെസ്തോറിനെ നമ്മൾ എതിർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ക്രിസ്തു മാതാവെന്ന് വിളിക്കുന്ന പോയിന്റ് അല്ല യഥാർത്ഥത്തിൽ. അതൊരു റീസണാണ്. ക്രിസ്തുവിൻ്റെ മാതാവെന്ന് വിളിച്ചാൽ ഇപ്പം നമുക്ക് അത്ര ദോഷം അല്ലെങ്കിൽ വലിയ ഭീകരമായ അവസ്ഥയിലേക്ക് വരുന്നത് കൊണ്ടല്ല, മറിച്ച് ഇത് ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റിയെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ നെസ്തോറിനെ എതിർക്കാനുള്ള ഒരു കാരണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ദൈവമാതാവ് എന്ന് എപ്പോഴും പറയാനുള്ള കാരണം അത് ഹോണർ, ഈ മാതാവിന് ബഹുമാനം പോവുക എന്നതിലുപരിയായിട്ട് ക്രിസ്തു തൃത്വത്തിൽ രണ്ടാമൻ വചനം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവമായിരുന്നു എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. നെസ്തോർ പറഞ്ഞ പോലെ മാമോദീസയുടെ സമയത്തല്ല ദൈവവചനം വന്നത്, മറിച്ച് അവളുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആ സമയത്ത് തന്നെ വചനം ജഡമായിട്ട് ദൈവമായിരുന്നു എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്രിസ്തു മാതാവെന്ന് വിളിക്കുമ്പോൾ ഈ തൃത്വത്തിന്റെ ഡോക്ടറിനെ ലംഘിക്കും. അതുകൊണ്ടാണ് പിതാക്കന്മാർ വളരെ കൃത്യമായിട്ട് ദൈവമാതാവെന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഫീലക്സിനോസിന്റെ ക്രിസ്റ്റോളജിക്കൽ കാഴ്ചപ്പാടിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് വ്യൂ കടന്ന് വരുന്നുണ്ട്. അത് ഈ സ്റ്റോയിക് തിയറി, ഗ്രീക്ക് ഫിലോസഫിയായ സ്റ്റോയിസത്തിന്റെ ഇൻഫ്ലുവൻസ് മൂലമാണെന്നാണ് മോഡേൺ സ്കോളേഴ്സ് പറയുന്നത്.
അപ്പം ഫിലിക്സിനോസ് അതിന് പറയുന്നത് നമ്മുടെ ശരീരം മാത്രമല്ല ഒരു മെറ്റീരിയൽ എലമെന്റ് ആയിട്ടുള്ളത്, മറിച്ച് നമ്മുടെ ആത്മാവും നമ്മുടെ സോളും എല്ലാം ഈ ഈ മെറ്റീരിയൽ വ്യൂ ആണെന്നാണ്, മെറ്റീരിയൽ ആ കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. ഇപ്പം അതിനുള്ള കാരണം ഫിലിക്സിനോസ് അത് ഈ സ്റ്റോയിസത്തിന്റെ ഒരു തിയറി, അത് ഉദാഹരണമായിട്ട് ചിലര് എതിർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അത് അത്ര വലിയൊരു പ്രാധാന്യമുള്ള കാര്യമല്ല. അത് അങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ 2 മെറ്റീരിയൽ ഫ്ലൂയിഡ്സിന്റെ ആവശ്യമുണ്ട് ആ മാതാപിതാക്കളുടെ. അപ്പം അതുപോലെ തന്നെ മെറ്റീരിയൽ എലമെന്റുകൾ കൂടി നമ്മുടെ ആത്മാവിനും നമ്മുടെ സ്പിരിറ്റിനും സോളിനും ഉണ്ടായിരിക്കുമെന്ന് ആണ് ഈ ഫിലിക്സിനോസ് പറഞ്ഞു വയ്ക്കുന്നത്. അത് ഇവരെ സ്റ്റോയിക്സിൽ നിന്ന്, ആ ഫിലോസഫിയിൽ നിന്ന് വരുന്ന ആളുകളെ കൂടുതലായിട്ട് ക്രിസ്തീയതയിലേക്ക്, വിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി എടുത്ത ഒരു സ്ട്രാറ്റജിക് മൂവ് ആണെന്നാണ് പുതിയ സ്കോളേഴ്സൊക്കെ പറയുന്നത്. അടിസ്ഥാനപരമായി പിന്നീട് അദ്ദേഹം ഇതിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട്. നമ്മുടെ സോളും ബോഡിയും, ക്രിസ്തുവിന്റെ സോളും ബോഡിയെ പറ്റിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് അന്ന് നിലനിന്നിരുന്നത്. അപ്പം നമുക്ക് പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഈ ഭാഗങ്ങള്, ഈ പ്രാർത്ഥനകൾ, രഹസ്യ പ്രാർത്ഥനകളിലെല്ലാം ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഒരു മനുഷ്യന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ, അത് ഹ്യൂമൻ നേച്ചർ എല്ലായ്പ്പോഴും ഒരു ആത്മീയ തലത്തെ എതിർക്കുന്നതാണ്. അപ്പൊ നമ്മുടെ അതായത് ആത്മീയതയും ഭൗതികം എന്ന 2 പോയിന്റിലേക്ക് ഫിലിക്സിനോസ് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്, ഈ സോളും ബോഡിയും തമ്മിലുള്ള, ദേഹവും ദേഹിയും തമ്മിലുള്ള പോയിന്റിൽ. അപ്പം 2 ഒപ്പോസിങ് ആയിട്ടുള്ള ഉള്ളുകളെ പറ്റിയാണ് പറയുന്നത്, നമ്മുടെ സത്വത്തെ പറ്റിയാണ് ഫിലിക്സിനോസ് പറയുന്നത്. ഇതിൽ ആര് ജയിക്കും? നമ്മുടെ ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ വില്ലാണോ, അതോ ഒരു ഹ്യൂമൻ ബോഡിലി വില്ലാണോ ജയിക്കുന്നത്? ആ വില്ലായിരിക്കും പിന്നെ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ മോങ്സിന് ഉള്ള എഴുത്തായതുകൊണ്ട് എല്ലായ്പ്പോഴും ക്രിസ്തു കീഴ്പ്പെടുത്തിയതുപോലെ ശരീരത്തിന്റെ അവസ്ഥകളെ കീഴ്പ്പെടുത്തിയതുപോലെ നിങ്ങളും കീഴ്പ്പെടുത്തണം എന്നാണ് ഈ പറയുന്ന ഇതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. കാരണം ആദ്യം ഞാൻ മാമോദീസയെ പറ്റി പറഞ്ഞു. മാമോദീസയിൽ നമ്മുടെ നേച്ചറിനെ എടുത്തേച്ച് ക്രിസ്തുവിന്റെ നേച്ചർ നമുക്ക് തരിക. അപ്പം നമ്മൾ ഓരോരുത്തരും ഒരു അവതാരത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ ക്രിസ്തുവിന്റെ പ്രാക്ടീസ് ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ വേണം. അപ്പൊ നമ്മുടെ ഹ്യൂമൻ നേച്ചർ എല്ലായ്പ്പോഴും ഡിവൈൻ നേച്ചറിന് കീഴ്പ്പെട്ട് ഡിവൈൻ നേച്ചറിന് ഒരു അപ്പർ ഹാൻഡിലേക്ക് വരണം, അല്ലെങ്കിൽ സ്പിരിച്വൽ നേച്ചറിന് ഒരു അപ്പർ ഹാൻഡ് വേണമെന്നാണ് ഫിലിക്സിനോസ് പറഞ്ഞു വയ്ക്കുക. അത് ഈ മോങ്സിനെ എഴുതുന്നത് കൊണ്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. അതിനുള്ള കാരണം, ഈ നമ്മുടെ ആത്മാവിനെ നമുക്ക് വീണ്ടെടുക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ദേഹിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അതിന് ചിന്തിക്കാനോ അതിന് പ്രത്യേകമായിട്ടൊരു സത്വമോ ഒരു വില്ലോ ഇല്ല. ഉള്ളത് സോളിനും മാത്രമാണുള്ളത്. ഈ റാഷണലായിട്ട് ചിന്തിക്കാനും ഈ ശരീരത്തെ ദൈവിക വഴിയിലേക്ക് നയിക്കുവാനുമുള്ള ഒരു ചിന്ത എൻജിൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ സോളാണ്. അപ്പൊ ഈ സോളിനെ ശക്തിപ്പെടുത്തണം, അതിനെ
ഈ മനുഷ്യന്റെ ഇതിനെ കീഴ്പ്പെടുത്തരുത്, ക്രിസ്തുവിനെ പോലെ തന്നെ നടത്തണം എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഈ ബോഡി എന്ന് പറഞ്ഞാൽ ഫീലക്സീനോസിന് അത് ക്രിസ്തുവിന്റെ ബോഡിയും അങ്ങനെ തന്നെയാണ്. ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ആക്ച്വൽ വിസിബിൾ എലമെന്റ് ഓഫ് മാനാണ്. നമ്മൾ കാണുന്ന മനുഷ്യന് കാണുവാനായിട്ട് ഒരു എലമെന്റ് മാത്രമാണ് ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരത്തെ നയിക്കുന്ന ഒരു ശക്തിയാണ് സോള്. ഈ സോളിന് എപ്പോഴും സ്പിരിച്വൽ അപ്പർ ഹാൻഡ് ഉണ്ടായാൽ മാത്രമേ ക്രിസ്തു വീണ്ടെടുത്തതുപോലെ തൻ്റെ ശരീരത്തെ വിശുദ്ധിയിൽ വീണ്ടെടുത്തതുപോലെ നടത്തിയതുപോലെ മനുഷ്യരായ നമുക്കും സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. കാരണം ക്രിസ്തുവിൻ്റെ നമ്മുടെ നേച്ചർ എടുത്തത്, ക്രിസ്തുവിൻ്റെ നേച്ചർ നമുക്ക് തന്നു, നമുക്ക് അവതാരം തന്നു, അവൻ്റെ മാമോദിസയുടെ ഭാഗമാക്കി. അപ്പൊ അതിനെല്ലാം നമുക്ക് പാർട്ടിസിപ്പേഷൻ തരുവാണ് ഫീലക്സിനോസ് ഓരോ ക്രിസ്ത്യാനിക്കും മാമോദിസയിലൂടെ. മനുഷ്യ ശരീരം എല്ലായ്പ്പോഴും ദേഹി അല്ലെങ്കിൽ ആത്മാവിനെ എതിർക്കുന്നു, അതിന് വിപരീത ദിശയിലേക്കാണ് പോകുവാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ ഉച്ചനമസ്കാരത്തിലെ ഇതാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഫീലക്സിനോസിന്റെ രഹസ്യ പ്രാർത്ഥനകളെല്ലാം ഇപ്പൊ ഈ പറയുന്ന പോയിന്റുകൾ വരുന്നത്. അപ്പൊ നമ്മുടെ ശരീരം എല്ലാം ഇപ്പോൾ ഈ സോളിനെ എതിർക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതിന് നമ്മൾ വിട്ടുകൊടുക്കരുത്. അപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ പ്രാഥമികമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ ദേഹിയുടെ സോളിന്റെ സ്വഭാവത്തെ എതിർക്കുക എന്നുള്ളതാകുന്നു. അപ്പം സോള് ക്രിസ്തുവിൻ്റെയും നമ്മുടെയും എല്ലാം സോള് പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് നിൽക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാനല്ല, ചെയ്യരുതാത്ത കാര്യങ്ങളിലേക്ക് നയിക്കുവാനാണ് ഞാൻ ആകർഷിക്കപ്പെടുന്നതെന്ന് എന്ന് പറയുന്നുണ്ട്. അപ്പം അതായത് നമ്മുടെ സോൾ എല്ലായ്പ്പോഴും നന്മയിലേക്കും പരിശുദ്ധാത്മാവിലേക്കും നയിക്കുവാനായിട്ട് ശ്രമിക്കുന്നെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരം അതിന് വിപരീതമായിട്ട് നയിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പം നമുക്കിതിനെ ട്രാൻസ്ഫോം ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ ഭൗതികമായിട്ടുള്ള നമ്മുടെ ശരീരത്തെ ഒരു വിശുദ്ധമായ അവസ്ഥയിലേക്ക് മനുഷ്യന് മാറ്റുവാനായിട്ട് സാധിക്കും. അത് അസാധ്യമായിട്ടുള്ള കാര്യമല്ല. അത് ഈ സോളിനെ ശക്തിപ്പെടുത്തുന്നതിലൂടെയാണ്. ലോഗോസിനെ നമുക്ക് ജഡം ധരിച്ച ലോഗോസിനെ നമ്മൾ പ്രാപിക്കുന്നതിലുമാണ്. അത് പറയുന്നുണ്ട്. അതിന് വിശുദ്ധ കുർബാനയിലേക്കാണ് വരുന്നത്. അപ്പൊ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ബ്രെഡ് ആൻഡ് വൈനാണ്. പക്ഷെ ഈ ബ്രെഡ് ആൻഡ് വൈനെ ലോഗോസ് മൂലം, വചനം മൂലം ശരീരരക്തങ്ങളാക്കി തീർക്കുകയാണ്. കർത്താവിന്റെ വചനം മോശയോട് പറഞ്ഞു, നീ ആ വടീനെ നിലത്തിട്ടിടാൻ പറഞ്ഞു. ഫിലിക്സിനോസ് ഉദാഹരണം പറയുന്നതാ, വടി നിലത്തിട്ടിട്ടു, അത് പാമ്പായി മാറി. അപ്പോൾ ദൈവത്തിന്റെ വചനമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ വചനം വിശുദ്ധ കുർബാനയിൽ പ്രവർത്തിക്കുകയാണ്. ഈ കുർബാനയും വചനവും മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് വീണ്ടും നമുക്ക് ഓരോരുത്തർക്കും ഈ ദൈവീകമായിട്ടുള്ള കാര്യങ്ങളിൽ അപ്പർ ഹാൻഡ് കിട്ടും. നമ്മുടെ ആത്മാവിനും ദേഹിക്കും നമ്മുടെ ശരീരത്തിന്റെ മേലെ അപ്പർ ഹാൻഡ് കിട്ടും, എബവ് പവർ കിട്ടുമെന്ന് ഫീലക്സിനോസ് പറഞ്ഞു വയ്ക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിച്ച കാര്യങ്ങൾ കർത്താവിൻ്റെ ഹ്യൂമൻ നേച്ചറിനെ പറ്റിയാണ്. അത് അവൻ്റെ ദൈവത്വവും 2 ജനനത്തെ പറ്റി പറയുന്നുണ്ട്. ആദ്യം 2 ചിന്തകൾ, അന്ത്യോക്യം, അലക്സാണ്ട്രിയ. പിന്നെ 2 ജനനം. അത് പിതാവിൽ നിന്ന് ലോഗോസിന്റെ ഒരു ജനനം, പിന്നെ മാതാവിൽ നിന്നുള്ള ഒരു ജനനം, പിന്നെ കൺസെപ്റ്റ് ഓഫ് മിക്സ്ചറിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ
സോൾ ആൻഡ് ബോഡി. ഇനിയും ഈ ക്രിസ്റ്റോളജിയിൽ മറ്റ് വേറെ ചില കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്, നെസ്തോറിൻ്റെ എതിർക്കുന്ന ഫിലക്സിനോസിൻ്റെ ക്രിസ്റ്റോളജിക്കൽ ആർഗ്യുമെൻ്റ് ഉണ്ട്, യൂറ്റിക്കൻസിനെ എതിർക്കുന്ന ഇതുണ്ട്, പിന്നെ ക്രിസ്തുവിൻ്റെ തന്നെ ബോഡിയെ പറ്റിയും സോളിനെ പറ്റിയും വിവരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ഒരു ചെറിയ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു വയ്ക്കാമെന്ന് വിചാരിക്കുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ആശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ, ഒരു അല്പം കൂടി ആശയങ്ങളുണ്ടെങ്കിൽ പങ്കുവയ്ക്കാം. ഇത് ഞാനിപ്പോൾ ഈ നോട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യാം. പക്ഷെ ഇതൊരു ഫുൾ നോട്ട് അല്ലാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ അവസാനം ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം ഇടാം. ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ കിട്ടും. നമ്മുടെ ഈ സ്പിരിറ്റും ലോഗോസും ഒന്നായിട്ടാണോ അവിടെ പറയുന്നത്, അതെയോ വ്യത്യസ്തമായിട്ടാണോ? അന്ത്യോക്യ അലക്സാന്ദ്രിയയില് സ്പിരിറ്റ്, ബോഡി, സോൾ, സ്പിരിറ്റ്. അല്ല, അന്ത്യോക്യ അലക്സാന്ദ്രിയയില് ബോഡി, സോൾ, സ്പിരിറ്റ് എന്നാണ് ഒരു പറയുന്നത്. മറ്റത് ബോഡി, സോൾ, ലോഗോസ്. അപ്പൊ ആ സ്പിരിറ്റും ലോഗോസും, സ്പിരിറ്റ് എന്ന് ഉദ്ദേശിച്ചത് വചനമാണോ അതെയോ പരിശുദ്ധാത്മാവാണോ, അതെയോ? അതിൽ ആ ഹിപ്പോസ്റ്റാറ്റിസ് യൂണിയനില് വ്യത്യാസം വരും. അതുകൊണ്ട് ഈ ലോഗോസിന് നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഇത് ഈ ഡിവൈനും ഇപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദേഹം, ദേഹി, ആത്മാവാണ്. നമ്മളൊരു മനുഷ്യനാണ്, നമുക്ക് ഉണ്ട്. പക്ഷെ ഈ ക്രിസ്തുവിൽ കേസ് വരുമ്പോൾ ഇത് ഡിവൈനും ഹ്യൂമനും ആണല്ലോ. അപ്പം ഇത് അന്നത്തെ ഒരു പ്രധാന വിഷയം, ഓരോരുത്തർക്കും ഡിവൈനും സ്പെഷ്യലായിട്ടുള്ള സത്വമുണ്ട്, ഹ്യൂമനും സത്വം ഉണ്ടെന്നുള്ളതായിരുന്നു പോയിന്റ്. അതിനെയാണ് എതിർക്കുന്നത്. അപ്പം അന്ത്യോക്യൻ തിയറിയിൽ അവർ കൊണ്ടുവരുന്നത് ബോഡി, സോള്, സ്പിരിറ്റ് ക്രിസ്തുവിലുള്ളത്. ഇതിൽ വരുന്നത് അലക്സാണ്ട്രിയയിൽ വരുന്നത് ബോഡി, സോള്, പിന്നെ ലോഗോസ്. അപ്പൊ സ്പിരിറ്റിന്റെ സ്ഥാനം ഈ ലോഗോസ് റീപ്ലേസ് ചെയ്യാണ് അലക്സാണ്ട്രിയൽ ഇതില്. അപ്പൊ ഇത് രണ്ടും ഇതൊരു വ്യത്യാസമില്ല. ഇപ്പൊ അലക്സാണ്ട്രിയ ഇത് ഒരു ഏരിയൽ വ്യൂ ആണ്, മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് എപ്പോഴും. അലക്സാണ്ട്രിയൻ വ്യൂ എപ്പോഴും മുകളിൽ നിന്നാണ്, താഴ്ത്തേട്ടാണ് നോക്കുന്നത്. പക്ഷെ അന്ത്യോക്യൻ വ്യൂ അതൊരു ഹൊറിസോണ്ടൽ വ്യൂ ആണ്, എപ്പോഴും ഒരു സാധാരണ രീതിയിലാണ് ചിന്തിക്കുന്നത്. അത് രണ്ട് ടൈറ്റിൽ വന്നു എന്നുള്ളൂ. പക്ഷെ അതുകൊണ്ടാ ഈ യാക്കോബ് ബുർദോനോ പറയുന്നത് ഇത് പാലാണെങ്കിൽ മറ്റത് തേനാന്ന് പറഞ്ഞ്. ആ കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ഇതിനെ പറ്റി ഒരു വ്യൂ ആളുകൾക്ക് വന്നു. നമ്മളിപ്പം ഇത് നിശ്ചയമായിട്ടും നമ്മൾ ഒറ്റ ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഇത് നമുക്കൊരു ഐഡിയ വരില്ല. പക്ഷെ നമ്മൾ ഈ ടൈറ്റിൽ വെച്ചിട്ട് ഇത് സെർച്ച് ചെയ്യുകയാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് പഠിക്കാനുള്ള ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളൂ. നമ്മൾ ഇനി ഇത് വെച്ചിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇത് പഠിക്കാനുള്ള ഒരു ഈസി. Any questions? ബാരക്മറമ്പാച്ചൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ യേശു മറിയസുത ഞങ്ങളെ കാക്കണമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയിൽ ഈ നമ്മള് ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും കന്യാമറിയാം കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നമ്മള് കന്യാമറിയാമിനെ ദൈവമാതാവ് എന്നല്ലേ സഭ സംബോധന ചെയ്യുന്നത്? അതെ. അപ്പൊ പിന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ എങ്ങനെ മറിയസുത എന്ന മാതാവിനെ വിളിക്കും? അത് ഇപ്പൊ നമ്മള് ഇത്ര നേരം അതിന് നമ്മളിപ്പോ ഇത് പറഞ്ഞില്ലേ, ഈ ക്രിസ്തുവിന്റെ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും ആണ്.
അപ്പൊ ഈ ക്രിസ്തു എന്ന് പറയുന്നത് യേശു എന്ന് പറയുന്നത് അവന്റെ മനുഷ്യത്വം എടുത്തിരിക്കുന്നത് മാതാവിൽ നിന്നും ദൈവത്വം. അതെ, അതൊക്കെ അറിയാം, അത് മനസ്സിലാവും. പക്ഷെ എന്റെ ആ. ചോദ്യം അതല്ല. ആ. നമ്മള് ഞങ്ങളെ കാക്കണമേ എന്ന പ്രാർത്ഥന വരുമ്പോൾ അത് മനുഷ്യനോടല്ലല്ലോ, ദൈവത്തോടല്ലേ. അപ്പൊ അവിടെ മറിയാം എന്നുള്ളത് ദൈവമാതാവ് എന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടണ്ടായോ? മറിയസുത എന്ന് പറയുന്നതിന് പകരം യേശു ദൈവസുത എന്ന് വരണമോ? ഇല്ലെങ്കിൽ അവിടെ മറിയ എന്ന് സംബോധന ചെയ്യുന്നതിന്റെ യുക്തിയാണ് എനിക്ക് മനസ്സിലായത്. അല്ലല്ല, ഞാനത് പറഞ്ഞ മനസ്സിലായി. എനിക്കത് മനസ്സിലായി. പക്ഷെ അതില് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു 2 സെന്റൻസ് പാട്ടുണ്ടാക്കുമ്പോ അത് ഈ ട്യൂണൊക്കെ കൊണ്ടുവരാൻ ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അല്ല, അതൊരു ആ പാട്ടിന്റെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതെ, ഞാൻ പറയട്ടെ. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആദ്യം പോയിന്റ് ചെയ്ത് ക്രിസ്തുവിന്റെ ആ മിക്സ്ചർ എന്നുള്ള പോയിന്റ് ആണ്. അതിന്റെ പേഴ്സണാലിറ്റിയിലെ മിക്സ്ചറാണ്. എങ്ങനെ ആണ് ക്രിസ്തുവിന്റെ ജനനം എന്നാണ് അവിടെ ആ ഒറ്റ പോയിന്റ് മാത്രമേ ഇവിടെ വിവരിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. മനുഷ്യത്വം എടുത്തിരിക്കുന്നത് മറിയമിൽ നിന്നാണ്. അതെ, അപ്പം അവിടെ ആ പാട്ടിന്റെ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ, അതായത് നമ്മൾ പറയുന്ന ദൈവമാതാവിന് നമ്മളവിടെ റെവറൻസ് കുറഞ്ഞു പോകുന്നോണ്ടാണ് ഒരു ഫീലിങ്സ് വരുന്നത്. അതെനിക്ക് മനസ്സിലായത്. അതിനൊരു ഒരു ഹെറിറ്റിക്കൽ വിഷൻ ഉണ്ടായി പോകുമോ എന്നുള്ളതാണ്. കാരണം യേശു മറിയസുത എന്ന് പറയുമ്പം, കാരണം ദൈവസുത എന്ന് പറയുകയാണെങ്കിൽ ഒക്കെ യേശു ദൈവസുത, യേശു മറിയസുത. അതെ. അപ്പൊ ഈ ക്രിസ്തുവിന്റെ മനുഷ്യത്വം പല സംഗതികളിലും പ്രാർത്ഥനകളില് അങ്ങനെ ഒരു സ്ഖലിതം സംഭവിക്കരുതല്ലോ. അല്ല, അങ്ങനെയല്ല സാറേ ഞാൻ പറയുന്നത്. ഈ ക്രിസ്തുവിന്റെ മനുഷ്യത്വം എവിടെന്നാ വന്നേ? യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം കന്യാമറിയാമിൽ നിന്നാണ്. അത്ര ആ ഒരു പോയിന്റ്, ആ പാട്ടിൽ ആ ഒരു ഒറ്റ പോയിന്റ് സഭ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കണുള്ളൂ. അല്ല, അതിന്റെ അകത്ത് ഇപ്പൊ എന്താ കുഴപ്പമാണ്? ആദ്യം യേശു പ്രതിസുതനെ എന്ന് പറഞ്ഞിട്ടല്ലേ യേശു മറിയസുത എന്ന് പറയണേ. മറിയാം ദൈവമാതാവാണപ്പോൾ. അല്ല, മറിയാം ഹോളി തിയോട്ടോക്കോസ് ആണെന്നുള്ളതിന്റെ അകത്ത് അതിനെതിരില്ലല്ലോ. അതിന്റെ ആദ്യം പറയണേ യേശു പ്രതിസുതനെ, യേശുവിനെ അഡ്രസ് ചെയ്യുവാണ്, പിതാവിന്റെ മകൻ, മറിയത്തിന്റെ മകൻ. നമ്മളത്ര കുഴപ്പമില്ലോ. ആ പാട്ടില് പറയാൻ ശ്രമിക്കുന്ന ഈ മിക്സറിനെ പറ്റിയാണ്. അത്ര ഒറ്റ കാര്യം അതിൽ ശ്രമിക്കുന്നത്. ക്രിസ്തുവിന്റെ ദൈവത്വം മനുഷ്യത്വം മറിയമിൽ നിന്നാണ് എടുത്തതെന്ന് ഒറ്റ കാര്യം പറയാൻ ശ്രമിക്കുന്നുള്ളൂ. എന്തോ എനിക്ക് അങ്ങോട്ട് അവിടെ ഒരു കറക്ഷൻ ആവശ്യമുണ്ടെന്നൊരു. യേശു മറിയസുത, അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? അത് കറക്റ്റ്. എനിക്കെന്തോ അങ്ങോട്ട് അത് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്യപ്പെടണം. എനിക്കും പേഴ്സണലി റംബാച്ചൻ പറഞ്ഞ ആ ഒരു പോയിന്റ് ഇച്ചിരി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആക്ച്വലി. കാരണം എന്താന്ന് വെച്ചാല് ഈ 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുമ്പോൾ അത് എനിക്ക് ഇപ്പൊ ഇച്ചിരൂടെ ക്ലിയർ ആയി ആക്ച്വലി. യേശു പിതൃസുതനെ എന്ന് പറയുമ്പോൾ പിതാവിൽ നിന്നും അതേപോലെ തന്നെ മറിയാമിൽ നിന്നും, നമ്മള് പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും എന്ന് നമ്മൾ പറയുന്നത് പോലെ. അതുപോലെ തന്നെ ചൊവ്വാഴ്ചയുടെ ആണെന്ന് അതോ ഇന്നലത്തെ ആണോ സംശയമുണ്ട്. മറിയാമേ നിന്നെ ഞാൻ എന്ത് വിളിക്കേണ്ടു എന്ന്, അത് മാതാവ് എന്ന് വിളിക്കണമോ കന്യക എന്ന് വിളിക്കണമോ എന്നൊക്കെയുള്ള പ്രേയേഴ്സും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും ഈ സിമിലർ ആയിട്ടുള്ള റെപ്രസെന്റേഷൻസ് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അതെ, തമ്മിലുള്ള വ്യത്യാസം ഇതൊരു ബോവുസയാണ്. അപ്പൊ ഇത് ഫൈനൽ പ്രെയർ, ഹുത്തോമോയ്ക്ക് ശേഷമുള്ള ഒരു ഫൈനൽ പ്രെയർ ആണ്. അപ്പൊ അതിനകത്ത് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ കറക്റ്റ് ആകണമായിരുന്നു എന്നൊരു ചിന്തയാണ് എന്റേത്. ജോസച്ച, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മറിയാം ദീലേത്തോക്ക് എന്ന് പറഞ്ഞല്ലേ നമ്മുടെ വിശുദ്ധ കുർബാന തുടങ്ങുന്നത് തന്നെ? എന്തോ അവിടെ ദീലേത്തോക്ക് എന്ന് പറയുന്നിടത്ത് ദൈവമാതാവ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. മറിയാം ദീലേത്തോക്ക്, മറിയാം ദീലേത്തോക്ക് അവിടെ ദൈവമാതാവ് പറയുന്നില്ലല്ലോ. മറിയാം ദീലേത്തോക്ക് എന്ന് പറയുമ്പം അവിടെ അവിടെ ദൈവമാതാവാണെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്.
അല്ല ഇവിടെ മറിയസുതൻ എന്ന് പറയുമ്പോ അത് അണ്ടർസ്റ്റുഡ് അല്ലേ? അല്ല, നമ്മൾ അത് മറിയമിനെ വിട്ടേച്ച ഈ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ ഒന്ന് പോയിന്റ് ചെയ്തേ, ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ നോക്കിയേ. അല്ലല്ല, ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ എനിക്ക് അത് മനസ്സിലാവും. അല്ല, ഈ സഭ ശ്രമിക്കുന്നത് അത്രേ ഉള്ളൂ. അവിടുത്തെ അതങ്ങോട്ട് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാ. ജോസച്ചൻ, നമുക്ക് ആ പോയിന്റ് ഫർദർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അല്ല, എനിക്ക് അതിനകത്ത് അതേക്കുറിച്ചൊരു എലാബറേറ്റ് സ്റ്റഡിയുടെ മറുപടിയുടെ ആവശ്യമില്ല. ഇല്ല, പേഴ്സണലി ഫർദർ കൂടുതൽ റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഞാൻ നോക്കാം, കിട്ടുന്ന പോയിന്റ്സ് ഷെയർ ചെയ്യാം. സമയം നഷ്ടപ്പെടുത്തണമെന്നില്ല എനിക്ക്. ഒരിക്കലും ഇല്ല അച്ഛാ, സന്തോഷം. Any further questions? എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത പേരിൽ തന്നെ വേണം ലോഗിൻ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇവിടെ അറ്റൻഡൻസ് എടുക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. നിങ്ങൾ ചിലപ്പം ആബ്സെന്റ് ആയിട്ട് മാർക്ക് ചെയ്യും. അതുകൊണ്ട് കഴിവതും റീനെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത പേരിൽ തന്നെ ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഇതിനകത്ത് ലോഗിൻ ചെയ്യുമ്പോഴേ എന്തോ ഒരു നിങ്ങൾ പിന്നെ അത് അടുത്ത ഒരു ഓപ്ഷൻ വരുന്നു, നിങ്ങൾ ഇമെയിൽ ക്ലിക്ക് ചെയ്യാനായിട്ട്. ഇത് ക്ലോസ്ഡ് റൂം ആയതുകൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് വരുന്ന ഇത് ഓപ്പൺ റൂം ആയിരുന്നു, അത് വരുന്നത് ക്ലോസ്ഡ് റൂം ആയതുകൊണ്ട് അവര് വെരിഫിക്കേഷൻ ആവശ്യപ്പെടുന്നതാണ്. മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. റംബാച്ച പ്രാർത്ഥിച്ച് നിർത്താം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മശീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്തും മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണനാഴികയിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.